ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു തൊപ്പി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ഫ്ലവർ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പാറ്റേൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ തൊപ്പിയുടെ പാറ്റേൺ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, ചെയ്യുക, എന്നിട്ട് എന്നോട് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ 4mm ഹുക്കാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ യാണ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു യെല്ലോ കളറിലുള്ള യാണ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിസേഴ്സ്, പിന്നെ ഒരു നീഡിൽ, സാധാ നീഡിൽ. ഇതൊക്കെ നമുക്ക് ഫിനിഷിങ് വർക്ക് ചെയ്യാനായിട്ടാണ്. പിന്നെ യാണിതിലേക്ക് കയറാൻ പാകത്തിനുള്ള ഒരു നീഡിൽ. അപ്പോൾ നമുക്കിനി പാറ്റേണിലേക്ക് പോവാം. ഇതാണ് പാറ്റേൺ. ആകെ ഈ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അതാണ് പാറ്റേൺ. അപ്പോൾ ആദ്യം 7 ചെയിൻ ഇടണം. അത് കഴിഞ്ഞിട്ട് 5 എതളുള്ള ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് 7 ചെയിൻ ഇടണം. 7 ചെയിൻ ഇടാനായിട്ട് സാധാ ഇടുന്ന ഒരു നോട്ട് നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന്. സാധാ നോട്ട്, അതിലെ നീഡിലിറക്കുക. നമ്മളിത് ക്ലോസ് ചെയ്യണം. അധികം ടൈറ്റ് ആക്കണ്ട. പിന്നെ ചെയിൻ ഇടുക. ഈ ആണ് ഇതിലെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരിക. ഇതാണ് ആദ്യത്തെ ചെയിൻ. ഇങ്ങനെ 7 എണ്ണം ഇടണം. ഒന്ന്, 2, 3, 4, 5, 6, 7. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം. ഇതൊരു റൗണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഹുക്ക് നമ്മളിതിലെ ആദ്യത്തെ സ്റ്റിച്ചിൽ ഇറക്കുക. ഈ ആണ് വലിച്ച് എടുക്കണം ആ സ്റ്റിച്ചിലൂടെ. എന്നിട്ട് ഈ ഹുക്കിൽ നേരത്തെയുള്ള ആ സ്റ്റിച്ചിലൂടെ അതേയാണ് ഒന്നുകൂടെ വലിച്ചെടുത്ത് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവർക്കും നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പാറ്റേൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്രോഷയുടെ പാറ്റേൺ ആണ്. എല്ലാ സ്റ്റിച്ചും ട്രിപ്പിൾ ക്രോഷ്യ മാത്രമാണ്. അപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചെയിൻ ഇട്ടിട്ട് പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ പിന്നെ 4 ചെയിൻ. അത് 5 പ്രാവശ്യം ചെയ്യാം. അതാണ് ഈ പാറ്റേൺ. അതിനായിട്ട് ആദ്യം 4 ചെയിൻ ഇടാം. 4 ചെയിന് ട്രിപ്പിൾ ക്രോഷ്യയാണ് അടുത്തത്. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് യാണ് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കും. എന്നിട്ട് ഇവിടെ ഇറക്കി ഈ യാണ് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. 1, 2, 3, 4. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാണ് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ബാക്കി വരും. പിന്നെ അതുപോലെ തന്നെ യാണ് ആദ്യത്തെ 2ലൂടെ ഒന്നുകൂടെ വലിച്ചെടുക്കാം. പിന്നെ നമുക്ക് 2 ലൂപ്പ് മാത്രമാവും. അതിലൂടെയും യാണ് വലിച്ചെടുത്തിട്ടത് ക്ലോസ് ചെയ്യാം. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. യാണ് 2 പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് ഇതിലിറക്കുക. യാണ് വലിച്ചെടുക്കുന്നു. ആദ്യത്തെ 2 സ്റ്റിച്ചിലൂടെ പിന്നെയാണ് വലിച്ചെടുക്കുക.
അടുത്ത 2 സ്റ്റിച്ചിലൂടെ യാണ് പിന്നെയും വലിച്ചെടുത്ത് ബാക്കിയുള്ള 2 ലൂപ്പിലൂടെ യാണ് വലിച്ചെടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാം. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഇനി ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ഇടണം. 2 പ്രാവശ്യം ചുറ്റി വലിച്ചെടുക്കുന്നു, ഒന്നുകൂടെ വലിച്ചെടുത്ത് ലാസ്റ്റ് 2 സ്റ്റിച്ചിലൂടെ വലിച്ചെടുത്തത് ക്ലോസ് ചെയ്യാം. പിന്നെ 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് 4 ചെയിൻ, 2 3 4. ഈ 4 ചെയിൻ നമ്മൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനായിട്ട് ഈ ഹുക്ക് നമ്മളിതിലെ ഇറക്കിയിട്ട് യാണ് വലിച്ചെടുക്കുക. യാണ് വലിച്ചെടുത്തിട്ട് അതേ യാണ് നമ്മുടെ ആദ്യത്തെ ഈ ലൂപ്പിലൂടെ വലിച്ച് ജോയിൻ ചെയ്യാം. അപ്പം നമുക്കിവിടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 5 എണ്ണം നമുക്ക് ചെയ്യണം. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇങ്ങനത്തെ 5 എണ്ണം നമ്മൾ ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ 3ാമത്തെ പെറ്റലാണ് ചെയ്യുന്നത്. 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ട് 4 ചെയിൻ ഇടാം. എന്നിട്ട് ഇവിടെ വന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അത് ജോയിൻ ചെയ്യാം. പിന്നെയും ചെയിൻ 4 ഇടാം. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ. ഇങ്ങനെ 2 പ്രാവശ്യം ചുറ്റിയിട്ട് അതിലെ ഇറക്കി യാണ് വലിച്ചെടുക്കാം. 4 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ ഒന്നുകൂടെ യാണ് വലിച്ചെടുക്കുക, പിന്നെയുള്ള 2 എണ്ണത്തിൽ കൂടെ പിന്നെയും വലിച്ചെടുക്കുക. ലാസ്റ്റ് നമുക്ക് 2 ലൂപ്പ് കിട്ടും. ആ ലൂപ്പിലൂടെ ഒന്നുകൂടെ വലിച്ചെടുത്തത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ചെയിൻ 4, ഇവിടെ വരാം. യാണ് വലിച്ചെടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ ഈ ലൂപ്പിലൂടെ ആ യാണ് ഒന്നും കൂടെ വലിച്ചെടുത്തത് ക്ലോസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റത്തെ പെറ്റലിലാണ് ചെയ്യുന്നത്. 4 ചെയിൻ 2 പ്രാവശ്യം ചുറ്റി ഇറക്കി വലിച്ചെടുക്കുക. ട്രിപ്പിൾ ക്രോഷ്യ 2 പ്രാവശ്യം ചുറ്റുക, ഇതിലേ ഇറക്കുക, യാണ് വലിച്ചെടുക്കുക. ഇപ്പം നമുക്ക് 4 ലൂപ്പ് ഇവിടെ ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാണൊന്നും കൂടെ വലിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് 3 ലൂപ്പ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 കൂടെ ഒന്നുകൂടെ വലിച്ചെടുക്കാം. പിന്നെ 2 എണ്ണം ഉണ്ടാവും. അതിലൂടെ ഒന്നുകൂടെ വലിച്ചെടുത്തിട്ട് ക്ലോസ് ചെയ്യാം. 2 പ്രാവശ്യം ചുറ്റാം. ഈ വലിച്ചെടുത്ത് യാണ് വലിച്ചെടുക്കുന്നു, പിന്നെ വലിച്ചെടുക്കാം, ക്ലോസ് ചെയ്യാം. 3 ട്രിപ്പിൾ ക്രോഷ്യായി. ചെയിൻ 4, 4 ചെയിൻ ഇട്ടിട്ട് ഈ ഹോളിൽ കൊണ്ടുവരാം. യാണ് വലിച്ചെടുത്തിട്ട് ഈ ഹുക്കിലുള്ള യാണിലേക്ക് അതേ യാണ് വലിച്ചെടുത്ത് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പാറ്റേൺ. 1 2 3 4 5. നിങ്ങൾ കുറച്ച് നീളത്തിൽ യാണ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ യാണ്
ഇങ്ങനെ വലിച്ചത് ഒരു ടൈറ്റാക്കി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലവർ. ഇനി ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഇതുപോലെ അടുപ്പിച്ച് ആക്കണം. അതിനായിട്ട് നമ്മൾ തുടക്കത്തിൽ ഇട്ട ആ യാണിൻ്റെ എൻഡുണ്ട്, ഇത് തിരിച്ച് പിടിക്കുക, എന്നിട്ടിത് വലിച്ച് ടൈറ്റാക്കുക. അങ്ങനെയുണ്ടാവും. ഇവിടെ ഇനി കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നീഡിലെടുക്കാം. സാധാ നീഡിൽ ഇതിലൂടെ ഇങ്ങനെ നീഡിലിറക്കി ഈ ഇതിലേക്ക് ഇട്ടിട്ട് വലിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അധികം ടൈറ്റ് ആക്കണ്ട, കുറച്ചൊരു ക്ലോസ് ആക്കി വെച്ചാൽ ഭംഗിയാണ്. വലിച്ചെടുത്തിട്ട് ഒന്നുകൂടെ വലിക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് ആ ഫ്ലവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം 7 ചെയിൻ ഇടുക, അത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ 4 ചെയിൻ ഇട്ടിട്ട് ട്രിപ്പിൾ ക്രോഷയാണ് ഈ പാറ്റേൺ. അപ്പം 4 ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ആയിട്ട് തന്നെയാണ് കൂട്ടുന്നതെങ്കിലും അത് കൂടാതെ 3 ട്രിപ്പിൾ ക്രോഷേ ഇട്ട് പിന്നെയും ചെയിൻ 4 പ്രാവശ്യം എടുത്തിട്ട് അത് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ പാറ്റേൺ. അപ്പം കുറച്ച് ലെങ്ത്ത് കുറച്ച് ഇത് കൂട്ടിയിടാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ തൊപ്പിയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എൻഡ് ഇതിലിറക്കാം, അടുത്ത എൻഡ് ഇപ്പുറത്ത് എടുക്കുക. നമ്മൾ സാധാ ഒരു നോട്ടിടുക. എൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. എൻ്റെ ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലവർ മതിയെങ്കിൽ ഒരു ഫ്ലവർ, 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് മാറ്റി വെക്കാനും എളുപ്പമാണ്. ഇത് വേഗം ഊരിയെടുക്കാൻ പറ്റും ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കും. കണ്ടോ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, വെക്കണമെന്നില്ല. പക്ഷെ ഇതാണ് ആ പാറ്റേൺ. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.